നമ്മളിപ്പോൾ മട്ടാഞ്ചേരിയിലാണുള്ളത് ഗൈസ്. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ടാ പോകുന്നത്? എന്നിട്ട് നമ്മളിപ്പോൾ ഒരു പുഴയുടെ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുഴയുടെ പേരറിയോ? പുഴയുടെ പേരറിയില്ല. നമ്മളങ്ങനെ ഈ പുഴയുടെ സൈഡിലെത്തിയിട്ടുണ്ട്. അപ്പുറത്ത് എന്തോ കപ്പലെന്തോ കിടപ്പുണ്ട് കേട്ടോ. കപ്പലെന്താണത്? നീലക്കായല് കൊണ്ട് കരമുണ്ടും ചുറ്റിട്ടും കാർമേഘച്ചെപ്പിൽ തൊട്ട് ഇതൊക്കെ കേക്കോ? പശുക്കണ്ണിലെഴുതിയിട്ടും നീരാഴിക്കാറ്റും കൊണ്ട് നിന്നീടും പെണ്ണാണേ, കനവാലെ കോട്ടയും കെട്ടി അവളങ്ങനെ നിപ്പാണേ. നമ്മുടെ ഹോസ്പിറ്റലിലെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഈ ഒരു സ്ട്രീറ്റ് വരുന്നത്. വെറൈറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ സൊവനിയേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ലോണമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഈ വെയിലൊക്കെ എൻജോയ് ചെയ്യാതെ കൂടെ പറവാണ്ട് മിക്കവാറും മറ്റേ ബോട്ടൊക്കെ വന്ന് അടുപ്പിക്കണ സ്ഥലമായിരിക്കും എന്നാണ് തോന്നുന്നത്. ജെട്ടിയാണോ? ജെട്ടി ആയിരിക്കും ചിലപ്പോൾ. ചിരി നോക്കൂ ഗൈസ്. നേരാണ് നമ്മടെ കൊച്ചി, ഇവ നമ്മടെ മുത്താണേ, പറയാനുണ്ട് നമ്മടെ കൊച്ചി, കഥ ചൊല്ലാൻ പലതാണേ. കൊടിപ്പാറും കപ്പലിലേറി വരവായ സായിപ്പ് ഇവളെ കണ്ടിട്ടം തോന്നി പണിയിച്ച ബംഗ്ലാവ്. അറിയോ ചെയ്യാൻ? പഠിപ്പിച്ചു കൊടുക്കുന്നു ചേട്ടൻ. ഇതെന്താ ഇതിന്റെ ഉപയോഗം? വെള്ളം മുട്ടരുതാ, ഇങ്ങനെ ആക്കണം. ഇതിന് എത്ര രൂപയാണ് ഒരു സാധനത്തിന്? പെണ്ണാണിൻ മാനം കാക്കാൻ പോരാടി രാജാവ്, പല കാലം പോരാടിയിട്ടും അടിയാളായി പെണ്ണാള്. പഴയോര കാലം പോയേ അവളേറെ ചന്തോം വെച്ച്. ഇതൊക്കെ ഏതൊക്കെയോ കഫേകളാണ്. നമ്മൾ അന്ന് ഒരു ദിവസം നൈറ്റ് വന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. അതാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നത്. ഇവനുമ്മട മുത്താണേ, പറയാനുണ്ട് നമ്മട കൊച്ചി, കഥ ചൊല്ലാൻ പലതാണേ. ഇപ്പൊ നമ്മള് വേറൊരു സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടിരിക്കുകയാണ്. മറ്റേ സ്ട്രീറ്റിനേക്കാളും കുറച്ചുകൂടി ഭംഗി ഈ സ്ട്രീറ്റിനുണ്ട്. പല ഭാഷയും ദേശക്കാരും ഒരുമിച്ചോരിടമാണ് മലയാളം. കൊച്ചി ശൈലിയിൽ പറയുമ്പോ രസമാണ്. പഞ്ചാബി, ഹിന്ദി, പിന്നെ ഗുജറാത്തി, ബംഗാളി, ഇനിയല്ലേൽ കൊച്ചിയിലില്ല മൊഴിയേത് പറബായി. ഇങ്ങനത്തെ പാൻറ്റും പിന്നെ പാവാടയും ഉണ്ട്. പാൻറ്റാണല്ലോ. ഇവിടില്ലാത്ത ആളോളില്ല ഈ കൊച്ചി നിങ്ങടെ കൊച്ചി. നേരാണ് നമ്മടെ കൊച്ചി, ഇവ നമ്മടെ മുത്താണേ, പറയാനുണ്ട് നമ്മടെ കൊച്ചി, കഥ ചൊല്ലാൻ പലതാണേ. ആരുമില്ല നേരത്ത്, ആരുമില്ല നേരത്ത്, ആരും അറിയാതെ ഞാൻ നടന്നു, പാട്ടുപാടാനറിയാതെ, ആട്ടപാടാനറിയാതെ, ഒന്നും അറിയാതെ ഒട്ടനായി. ഗസലിന്റെ ഈണം കേൾക്കാം പെണ്ണാളിൻ വീട്ടിന്ന്. അതാണ് പോലീസ് സ്റ്റേഷൻ. ഇന്നലെ അഫ്താബിനെ അവിടുന്ന് പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ജയിലിലെ കൊണ്ടുപോയി ഇന്ന് റിലീസായുള്ളൂ. മെഹബൂബിൻ പാട്ടും പൊന്തും നെടുവീർപ്പോടുള്ളീന്ന്. കായിക്ക ബിരിയാണിയുടെ രുചി എന്തെന്നറിയണ്ടേ, കടൽ മീനിൻ കറിയും വെച്ച് കൈ കാട്ടി വിളിപ്പുണ്ടേ. വരണില്ലേ കൊച്ചി വന്ന ഇവളങ്ങോട്ടുള്ളി കേറും. ജ്യൂസ് സ്ട്രീറ്റിൽ ഒരുവിധം കാഴ്ചകളൊക്കെ കണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ
ഇവിടെ എവിടെയോ നല്ല അവക്കാഡോ ജ്യൂസ് കിട്ടുന്നു നമ്മുടെ അഫ്താബ് പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയാണ്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും സിബി ഇവിടെ എത്തിപ്പെടുന്നതാണ്. അപ്പം അതുവരെ നമുക്ക് ക്യാമറമാൻ ഓക്കെ. ഇവൻ ഉമ്മട മുത്താണേ കഥ ചൊല്ലാൻ പലതാണേ ഇവൻ ഉമ്മട മുത്താണേ. ഞാൻ അഫ്താവും ഏതോ ഒരു സ്ട്രീറ്റിൽ കൂടെ എന്തൊക്കെയോ പറഞ്ഞ് നടക്കുകയാണ് കേസ്. ടാനടിച്ച് പണ്ടാറടങ്ങി നോക്കിയേ. വ്ളോഗ് ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ച നന്ദയും എന്തിനോ വേണ്ടി ആറിൻ്റെ പിന്നാലെ നടക്കുന്ന അഫ്താബും അതിന് കൂടെ നടക്കുന്ന ആരതി അവിടെ നമ്മളിവിടെ കാണുന്നത്. ഇതൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നടക്കുന്ന ഞാനും. ഗൈസ്, ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കടകളിലൊന്നാണ്. അവിടെയാണ് ഗൈസ് മട്ടാഞ്ചേരി ഹോസ്പിറ്റൽ. ഞങ്ങളിപ്പോൾ വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ. ഇറങ്ങി അഫ്താബ് ഡ്രസ്സൊക്കെ മാറി ചുള്ളനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുവരാത്ത കാരണം ഇത് തന്നെയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ഗൈസ്. ഒടുക്കത്തെ വെയിലാണ് ഗൈസ്. ഇവരുടെ കയ്യിൽ കോട്ടയൊക്കെ ഉണ്ട്. ഞാൻ ഒടുക്കത്തെ ടാൻ അടിച്ച് പണ്ടാറടങ്ങിപ്പോയി ഗൈസ്. ആർക്കെങ്കിലും നല്ല സൺസ്ക്രീൻ ഇറങ്ങി അടിയിൽ കമൻറ്റ് ബോക്സിൽ ഇടണേ പ്ലീസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന അവക്കാഡോ ഷേക്ക് കിട്ടുന്ന കടയിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും കുടിച്ച് നോക്കാം. കമോൺ. പറയാനുണ്ട് നമ്മട പുച്ഛം കഥ ചൊല്ലാൻ പലതാണേ. ഇവൻ ഉമ്മട മുത്താണേ. ഗൈസ്, നന്ദയ്ക്ക് തീരെഴുതി കൊടുത്ത കട പോലെ ആക്കിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ മാത്രമുള്ളൂ. എടി മെനു പരിചയപ്പെടുത്തും. മെനു സ്പെഷ്യൽ അവക്കാഡോ ഉണ്ട്, സ്ട്രോബെറി,